ഒരു സെക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ആകെപ്പാടെ 5 ടൈപ്പ് ഓഫ് നീചമംഗലാചാരം മാത്രമേ ഉള്ളൂ. നമുക്ക് നീചമംഗലാചാരം പറയണമെങ്കിൽ ഒരു നീചമായിട്ടുള്ള പ്ലാനറ്റ് ഉണ്ടാകും. നീചം എന്ന് വെച്ചാൽ ഡെബിലിറ്റേഷൻ, അതായത് ചില ഗ്രഹങ്ങൾ ചില രാശികളിൽ നീചമായി പോകുന്നു എന്നുള്ളതാണ്. ഏത് ഗ്രഹം ഒരു രാശിയിൽ ഉച്ചനാകുന്നു എക്സോൾട്ടഡാകുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് രാശിയിലാണ് നീചമാകുന്നത്. അതായതൊക്കെയാണ് നമുക്ക് നോക്കാം. സൂര്യൻ എക്സോൾട്ടഡ് ഉച്ചമാകുന്നത് ഏരിയസിലാണ്. സൂര്യൻ നീചമാകുന്നത് ഡെബിലിറ്റേറ്റഡ് ആകുന്നത് തുലാമിലാണ് അല്ലെങ്കിൽ ലിംഗാണ്. ചന്ദ്രൻ എക്സോൾട്ടഡ് ആകുന്നത് ഉച്ചനാകുന്നത് ഇടവത്തിലാണ്. നീചമാകുന്നത് ഡെബിലിറ്റേറ്റഡ് ആകുന്നത് വൃശ്ചികത്തിലാണ്. ചൊവ്വ എക്സോൾട്ടഡ് ആകുന്നത് മകരത്തിലാണ്, കേപ്രിക്കോണിലാണ്. നീചമാകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈൻ ക്യാൻസർ അല്ലെങ്കിൽ കർക്കിടകത്തിലാണ്. മെർക്കുറി എക്സോൾട്ടഡ് ആകുന്നത് സ്വന്തം രാശിയിലായിട്ടുള്ള കന്യയിലാണ്. നീചമാകുന്നത് മീനം രാശിയിലാണ്. ശുക്രൻ ഉച്ചനാകുന്നത് മീനം രാശിയിലാണ്. നീചമാകുന്നത് കന്നി രാശിയിലാണ്. ശനി ഉച്ചനാകുന്നത് തുലാം രാശിയിലാണ്. നീചനാകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മേടം രാശിയിലാണ്. വ്യാഴം ഉച്ചനാകുന്നത് കർക്കിടക രാശിയിലാണ്. നീചമാകുന്നത് മകരം രാശിയിലാണ്. ഒന്നുകൂടെ പറയാം. സൺ എക്സോൾട്ടേഷൻ ഇൻ ലിബ്ര, സൺ എക്സോൾട്ടേഷൻ ഇൻ ഏരിയസ്, debilitated in Libra. Moon exalted in Taurus, debilitated in Scorpio. Mars exalted in Capricorn, debilitated in Cancer. Mercury exalted in Virgo, debilitated in Pisces. Venus exalted in Pisces, debilitated in Virgo. Jupiter exalted in Cancer, debilitated in Capricorn. Saturn exalted in Libra, debilitated in Aries. ഇത് മനസ്സിലായി. ഈ ചില മാതൃകകളുണ്ട്. അതായത് ഒരു ഡിഗ്രിയുടെ പെർട്ടിക്കുലർ ഒരു രാശി 30 ഡിഗ്രിയാണ്. ഈ രാശിയുടെ പെർട്ടിക്കുലർ ഡിഗ്രികളിലാണ് ഈ ഗ്രഹങ്ങൾ എക്സോൾട്ടഡ് ആവുകയും ഡെബിലിറ്റേറ്റഡ് ആവുകയും ചെയ്യുന്നത്. നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഈ സൈൻ മൊത്തം ഡെബിലിറ്റേഷൻ അല്ലെങ്കിൽ എക്സോൾട്ടേഷൻ ആണെന്നുള്ള രീതിയാണ്. പക്ഷെ ഇത് കൺസൾട്ടേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് അതിന്റെ ഒരു എക്സോൾട്ടേഷൻ ഡിഗ്രി നോക്കും. ആ ഡിഗ്രിക്ക് അകത്താണെങ്കിൽ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെബിലിറ്റേഷൻ ഡിഗ്രികൾക്ക് അകത്താണെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു നീചഭംഗ രാജയോഗം വേണമെങ്കിൽ ഒരു ഗ്രഹം നീചമായിട്ടിരിക്കും. നിങ്ങളുടെ പ്രവർത്തനമില്ല. സൂര്യൻ തുലാമിലാണെങ്കിൽ സൂര്യൻ നീചമാണ്. ചന്ദ്രൻ വൃശ്ചികത്തിലാണെങ്കിൽ ചന്ദ്രൻ നീചമാണ്. ചൊവ്വ കർക്കിടകത്തിലാണെങ്കിൽ ചൊവ്വ നീചമാണ്. ബുധൻ മീനത്തിലാണെങ്കിൽ ബുധൻ നീചമാണ്. ശുക്രൻ കന്നിയിലാണെങ്കിൽ ശുക്രൻ നീചമാണ്. വ്യാഴം മകരത്തിലാണെങ്കിൽ വ്യാഴം നീചമാണ്. ശനി മേടത്തിലാണെങ്കിൽ ശനി നീചമാണ്. ഈ നീചമായിരിക്കുന്ന പ്ലാനറ്റുകൾക്ക് പ്രത്യേകതകളുണ്ട്. these plants and ഇത്രയും നാളും മനസ്സിലാക്കിയ കാര്യത്തിൽ ഒരു എക്സോൾട്ടേഷൻ പ്ലാനറ്റ് ഉള്ളതിനേക്കാൾ നല്ലതാണ് ഡെബിലിറ്റേഷൻ പ്ലാനറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വേണ്ടി സ്പെഷ്യൽ കണ്ടീഷൻ പണ്ടൊക്കെ നമുക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എക്സോൾട്ടേഷൻ പ്ലാനറ്റ് വളരെ നല്ലതാണ്. ഉദാഹരണത്തിന് മന്ത്രേഷൻ ഈ ചാപ്റ്ററിലെ രാജയോഗത്തെ കുറിച്ച് പറയുന്നത് ഈ രാജയോഗം പറയുന്നുണ്ട്. അതായത് 3 പ്ലാനറ്റ് 3 രാശികളിൽ എക്സോൾട്ടഡ് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രാജയോഗം ആണെന്നാണ്. ഇതെല്ലാം അങ്ങനത്തെ റോളുകളൊക്കെ എഴുതിയത് അവരുടെ അന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്ലാനറ്റ് എക്സോൾട്ടഡ് ആയവർക്ക് അറിയാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഡെബിലിറ്റേഷൻ ബുദ്ധിമുട്ടുള്ള. പക്ഷേ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരു ഡെബിലിറ്റേഷൻ പ്ലാനറ്റ് ഉണ്ട് നല്ലതാണ്. കാരണം നമ്മൾ ലൈഫിന്റെ റിയാലിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ രാജ്യം മാത്രമേ പറയുന്നുള്ളൂ.
ഭാരതീയ വിധിയുടെ 7ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്. ഈ നീതിമംഗ രാജയോഗം ഭരണനീതി ബേസിക്കലി മന്ത്രേശ്വരം നോക്കുന്നത് ചന്ദ്രാചാരത്തിലേക്കാണ് പോകുന്നത്. ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് നോക്കുന്നത്. സെക്കൻഡ് കണ്ടീഷനിൽ ലഗ്നം വെച്ചു. ഓക്കെ, അപ്പോ ഈ പ്ലാനറ്റിൽ നീചമാകുന്ന ഒരു പ്രത്യേക രാശിയാണ്. ആ രാശിയുടെ അധിപനാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. സൂര്യൻ നീചനാകുന്ന തുലാം രാശിയിലാണ്. തുലാം രാശിയുടെ അധിപനായാണ് ശുക്രൻ. ചന്ദ്രൻ നീചനാകുന്നത് വൃശ്ചിക രാശിയിലാണ്. വൃശ്ചിക രാശിയുടെ അധിപനായാണ് device disconnected. Device disconnected. In a game started, device disconnected. Device disconnected always. Device disconnected. Why disconnected? Who disconnected? I don't know. Now device disconnected it is. Okay, I have to see what happened now. Who disconnected it? How it is getting disconnected? I don't know. I'm hearing here only. I'm sitting. Got disconnected it is. How it is getting disconnected? I don't know. Connected seems. You are now connected. ചൊവ്വ ആണ്. അപ്പോ Device disconnected. You are now connected. ഒന്നമെടുത്തേക്ക് നോക്കുമ്പോൾ വ്യാഴം നീചമാണെങ്കിൽ ലഗ്നത്തിൽ നിന്ന് കേന്ദ്രത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു Connected, disconnected. Always. ഫോർ എക്സാമ്പിൾ Always connected, disconnected. It's like that. I don't know how it is happening. അപ്പൊ ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള ഹോറോസ്കോപ്പ് എടുത്ത് വെക്കും. ചന്ദ്രനാണ് ലഗ്നത്തിൽ നോക്കുന്നത്. വ്യാഴം ഏത് ഭാവത്തിലുമായിരുന്നു. പക്ഷെ വ്യാഴം നീചമാകുന്ന രാശിയിൽ തന്നെ മകരം. ശനി മകരത്തിന്റെ അധിപനായിട്ടുള്ള ശനി ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാജയോഗം. ഇതാണ് പ്രൈമറി കണ്ടീഷൻ. നീചമക രാജയോഗം വരുന്നത് പ്രൈമറി കണ്ടീഷൻ ഒന്നാണ്. നീചമായിരിക്കുന്ന പ്ലാനറ്റ്, അതിനെ ഭരിക്കുന്ന ഗ്രഹം, അത് ചന്ദ്രനിൽ നിന്ന്